കേവലം ഒരൊറ്റ കാലാവസ്ഥ വ്യതിയാനം കാരണം 5 കോടിയിലേറെ മനുഷ്യർ പട്ടിണി കിടന്നു മരിച്ച ഒരു കാലം ഭൂമിക്കുണ്ടായിരുന്നു. 1877 ലോകത്ത് സംഭവിച്ച ഒരു ദുരന്തം. അതിന് കാരണമായ അതേ പ്രതിഭാസം വീണ്ടും ആവർത്തിക്കും എന്ന ആശങ്ക ശക്തമായി തിരിച്ചുവരികയാണ്. ഇന്ന് ശാസ്ത്രലോകം അതീവ ജാഗ്രതയിലാണ്. കാരണം പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലത്തിലെ താപനില ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 1877 ശേഷം സമുദ്രം ഇത്രയും വേഗത്തിൽ ഇത്രയും ഉയരത്തിൽ ചൂടുപിടിക്കുന്നത് ആദ്യമായാണ് എന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. സമുദ്രത്തിലെ കാറ്റിന്റെ ഗതിമാറ്റം കാരണം ഉപരിതലം അസാധാരണമായി ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എൽ നീനോ. ഇത് ആഗോള കാലാവസ്ഥയെ ആകെ മാറ്റിമറിക്കും. ഭൂമിയുടെ ചൂടിനൊപ്പം ഈ പ്രതിഭാസം കൂടിയാകുമ്പോൾ വരാനിരിക്കുന്നത് വലിയ ദുരന്തം തന്നെയായിരിക്കും. കടുത്ത ചൂടും വരൾച്ചയും കൃഷിനാശവും പട്ടിണിയുമായിരിക്കും ഫലം. കാലാവസ്ഥാ വ്യതിയാനം വിദൂരമല്ല, അത് നമ്മുടെ പടിവാതിൽക്കൽ വരെ എത്തി നിൽക്കുകയാണ്. സാധാരണ എൽ നീനോ പ്രതിഭാസത്തേക്കാൾ ആഘാതം കൂടിയ രൂപമാണ് സൂപ്പർ എൽ നീനോ. പസഫിക് സമുദ്രത്തിന്റെ ഉപരിതല താപനില 2 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ വർദ്ധിക്കുമ്പോഴാണ് ഇതിനെ സൂപ്പർ എൽ നീനോ എന്ന് വിളിക്കുന്നത്. ഒരു ദശകത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഈ പ്രതിഭാസം ആഗോളതലത്തിൽ അന്തരീക്ഷ ചംക്രമണത്തെ അടിമുടി മാറ്റുകയും പ്രവചനാതീതമായ പ്രകൃതിക്ഷോഭങ്ങൾക്ക് വഴിമരുന്നിടുകയും ചെയ്യുന്നു. 2015-16 കാലഘട്ടത്തിലുണ്ടായ റെക്കോർഡ് ഭേദിച്ച എൽ നീനോയേക്കാൾ കരുത്തനായിരിക്കും 2026-ലേതെന്നാണ് ശാസ്ത്രലോകത്തിന്റെ ഭയം. അതായത് 1877-ലേത് ആവർത്തിക്കുമോ എന്ന ആശങ്ക. ഈ വർഷത്തെ മൺസൂൺ മഴ ദീർഘകാല ശരാശരിയുടെ 92% മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. സാധാരണ മൺസൂൺ ലഭ്യത ഏകദേശം 870 മില്ലി ലിറ്ററാണ്. ഇത്തവണ മഴയുടെ അളവ് 90%-ൽ താഴെ പോകാൻ 35% സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് സാധാരണ വർഷങ്ങളെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം ഭീഷണിയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ ലഭിക്കുമെങ്കിലും മൺസൂണിന്റെ 2ാം പകുതിയായ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും എൽ നീനോയുടെ യഥാർത്ഥ പ്രഹരം അനുഭവപ്പെടുക. ശക്തമായ എൽ നീനോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ കാലാവസ്ഥാ വിതരണത്തെ താറുമാറാക്കും. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ വരൾച്ചയ്ക്കാണ് സാധ്യത. മധ്യപ്രദേശിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും സാധാരണയിൽ താഴെ മാത്രമേ മഴ ലഭിക്കൂ. ഇൻഡോർ, ഉജ്ജയിൻ, ഗ്വാളിയർ, ജബൽപൂർ, സാഗർ തുടങ്ങിയ നഗരങ്ങൾ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വന്നേക്കാം. കടുത്ത ചൂടിനൊപ്പം മൺസൂൺ മഴയുടെ കുറവ് കൂടി ചേരുന്നതോടെ ഡൽഹിയിൽ വായു മലിനീകരണവും ഉഷ്ണതരംഗവും രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ 60% കർഷകരും ഇപ്പോഴും കൃഷിക്കായി മഴയെ നേരിട്ട് ആശ്രയിക്കുന്നവരാണ്. അതിനാൽ ഓഗസ്റ്റിലെ മഴക്കുറവ് വിളവെടുപ്പിനെ സാരമായി ബാധിക്കും. എൽ നീനോയുടെ മറ്റൊരു മുഖം തീരദേശങ്ങളിലെ അമിത മഴയാണ്. വടക്ക് വരൾച്ച അനുഭവപ്പെടുമ്പോൾ തെക്കൻ ഉപദ്വീപിൽ കാറ്റ് അപ്രതീക്ഷിതമായി ശക്തമാകാൻ സാധ്യതയുണ്ട്. മുൻപത്തെ എൽ നീനോ വർഷങ്ങളെ വെച്ച് നോക്കിയാൽ ചെന്നൈ നഗരം കടുത്ത വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനങ്ങളെ മറികടക്കുന്ന അതിശക്തമായ മഴയാണ് പ്രവചിക്കപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിന്റെ തീരമേഖലകളിലും അമിത മഴയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട്. മുൻകാലങ്ങളിലെ സൂപ്പർ എൽ നീനോ വർഷങ്ങൾ ഇന്ത്യയിൽ ഏൽപ്പിച്ച മുറിവുകൾ ചെറുതല്ല. 2015-16 കാലത്ത് മഴയിൽ 14% കുറവ് രേഖപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരെയുണ്ടായി. എന്നാൽ അതേസമയം ചെന്നൈ നഗരം മുൻപെങ്ങുമില്ലാത്ത പ്രളയത്തിൽ മുങ്ങി. 2023 ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 36% മഴക്കുറവാണ് രേഖപ്പെടുത്തിയത്. ഇത് സമീപകാലത്തെ ഏറ്റവും വലിയ മഴക്കമ്മിയായിരുന്നു. മെയ് അവസാന വാരത്തിൽ IMD പുറത്തുവിട്ട പുതുക്കിയ പ്രവചനം നിർണായകമായിരിക്കും. എൽ നീനോയുടെ കൃത്യമായ പാതയും ശക്തിയും അപ്പോൾ മാത്രമേ പൂർണ്ണമായും വ്യക്തമാകൂ. എങ്കിലും കരുതൽ നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിക്കണം. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.